നമ്മുടെ ഫോണിൽ പേഴ്സണലായ ഫോട്ടോസ് വീഡിയോസൊക്കെ നമ്മൾ സൂക്ഷിക്കാറുണ്ട് അല്ലേ? അതേപോലെ നമ്മുടെ ഫോണിൽ UPI ആപ്പുകളൊക്കെ ഇപ്പോൾ ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള UPI ആപ്പുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഫോണ് മോഷണം പോയി കഴിഞ്ഞാൽ മോഷ്ടിക്കുന്ന വ്യക്തിക്ക് ഇതൊക്കെ ഓപ്പൺ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് 8ന്റെ പണി കിട്ടിയത് തന്നെ. അപ്പോൾ നമ്മുടെ ഫോണ് ഒരിക്കലും മോഷണം പോവില്ല എന്നൊരു ഓവർ കോൺഫിഡൻസ് നമുക്ക് എപ്പോഴും ഉണ്ട്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഫോൺ മോഷണം പോകാനും സാധ്യതയുണ്ട് അല്ലേ? അങ്ങനെ മോഷണം പോയി കഴിഞ്ഞാൽ അത് ലഭിക്കുന്ന ആള് സുഖമില്ലാത്ത ആളാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോൺ സെറ്റിംഗ്സിൽ ഇത്തരത്തിൽ ഫോൺ മോഷണം പോകുമ്പോൾ അത് കിട്ടുന്ന വ്യക്തിക്ക് ഒന്നും തന്നെ ഓപ്പൺ ചെയ്യാതിരിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഫോൺ സെറ്റിംഗ്സിനെ സംബന്ധിച്ച വളരെ യൂസ്ഫുൾ ആയ ധാരാളം വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അവയുടെ പ്ലേലിസ്റ്റിൻ്റെ തമ്പനെയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്തോ അല്ലെങ്കിൽ ഇതാ ഇവിടെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്തുകൊണ്ടോ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടണമെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായിട്ട് കാണുന്ന ഈ ഒരു ഷെയർ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലും മറ്റുള്ള ആപ്പുകളിലൂടെയും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ അവർക്കൊക്കെ ഷെയറും ചെയ്യാം. അതുവഴി അവർക്കും ഇത് പ്രയോജനപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോയ്ക്കും മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള ആ സബ്സ്ക്രൈബിൽ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത് വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലും ഓക്കെ, ഫോൺ സെറ്റിംഗ്സിലെ ഈ ഒരു ഓപ്ഷൻ എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ഫോൺ സെറ്റിംഗ്സിലാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഫോണിൻ്റെ സെറ്റിംഗ്സിൻ്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് ആദ്യം അത് ഓപ്പൺ ചെയ്യണം. അപ്പോൾ എൻ്റെ ഫോണിലെ സെറ്റിംഗ്സ് ഐക്കണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അങ്ങനെ സെറ്റിംഗ്സിൻ്റെ ഹോം പേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി സ്ക്രീനിന് മുകളിലേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യണം. സ്ക്രീൻ ഏറ്റവും താഴെ എത്തുന്നത് വരെ മുകളിലേക്ക് നീക്കുക. ഇപ്പോൾ ഇവിടെ സ്ക്രീനിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ? അതാണ് ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അങ്ങനെ അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഗൂഗിൾ സർവീസസ് എന്ന ഈ സ്ക്രീൻ ഓപ്പൺ ആകും. ഇപ്പോൾ ഇവിടെ സ്ക്രീനിന്റെ നടുവിൽ റൈറ്റ് സൈഡിലായിട്ട് ആൾ സർവീസസ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ? അതാണ് ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അങ്ങനെ അത് സെലക്ട് ചെയ്തപ്പോൾ വന്നിരിക്കുന്ന ഈ സ്ക്രീനിലും കുറേ ഓപ്ഷനുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ സ്ക്രീനിനെ നേരത്തെ പോലെ തന്നെ നല്ലപോലെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യണം. അങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രീനിന്റെ ഏറ്റവും താഴെയായിട്ട് എത്തുമ്പോൾ ദാ ഇവിടെ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ? അതാണ് ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അങ്ങനെ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന സ്ക്രീനിൽ നമ്മൾ എത്തിയിരിക്കുന്നു. പക്ഷേ ഇത്രയും ഓപ്ഷനുകൾ സെലക്ട് ചെയ്ത് ഈ സ്ക്രീനിലേക്ക് എത്തണമെന്നില്ല. നമുക്ക് സെറ്റിംഗ്സിന്റെ ഹോം സ്ക്രീനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ സ്ക്രീനിലേക്ക് എത്താൻ സാധിക്കും. നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതെങ്ങനെയെന്ന് കൂടി കാണിച്ചേക്കാം. അതിനായിട്ട് ഫോണിന്റെ താഴെയുള്ള ബാക്ക് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ബാക്ക് അടിച്ച് വീണ്ടും സെറ്റിംഗ്സിന്റെ ഹോം സ്ക്രീനിലേക്ക് തന്നെ വരുന്നു. ഇനി ഈ സ്ക്രീനിൽ ഏറ്റവും മുകളിൽ സെറ്റിംഗ്സ് എന്ന് കാണുന്നില്ലേ? അതിന്റെ താഴെയായിട്ട് സെർച്ച് ബാർ ഇതാ ഇവിടെയുണ്ട്. അപ്പൊ അതിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുന്നു. ഇപ്പൊ താഴെ കീബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ ഞാൻ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ ഞാൻ തെഫ്റ്റ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ സെർച്ച് ബാറിന് താഴെയായിട്ട് തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്നിവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഇനി ഇതിൽ പ്രസ് ചെയ്യുകയേ വേണ്ടൂ. നമ്മൾ ആ നേരത്തെ എത്തിയ സ്ക്രീനിലേക്ക് എത്താവുന്നതാണ്. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അപ്പൊ ഈ രീതിയിലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ സ്ക്രീൻ ഓപ്പൺ ചെയ്യാം. ഇനി ഈ സ്ക്രീനിനെ ഞാൻ മുകളിലേക്ക് കുറച്ച് നീക്കുന്നു. ഇപ്പൊ സ്ക്രീനിന്റെ താഴെ രണ്ട് ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ട്. ഒന്ന് തെഫ്റ്റ് ഡിറ്റക്ഷൻ ലോക്ക് ആണ്. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ ആ ഓപ്ഷന്റെ റൈറ്റ് സൈഡിലായി കാണുന്ന ഈ ഒരു ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനേബിൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മോഷ്ടാവ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുകയാണെങ്കിൽ അയാൾ ഓടുന്നത് കൊണ്ട് തന്നെ ഫോണിന്റെ ഹോം സ്ക്രീന് ഓട്ടോമാറ്റിക് ആയിട്ട് ലോക്ക് ആകുന്നതാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഹോം സ്ക്രീൻ ഓപ്പൺ ആകാൻ പാസ്വേഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ഓപ്ഷൻ ആണെങ്കിലും അത് നമുക്കല്ലേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ഇത് എനേബിൾ ചെയ്യാനായിട്ട് ഞാൻ ഈ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അപ്പൊ അത് സെലക്ട് ചെയ്തതും ഇപ്പൊ സ്ക്രീനിൽ വന്നിരിക്കുന്ന ബോക്സിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇനി ആ ബോക്സിന്റെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ട് ഓക്കെ എന്ന് കാണുന്നില്ലേ? അതിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അങ്ങനെ ആ ഓപ്ഷൻ എനേബിൾ ആയി. അങ്ങനെ അത് എനേബിൾ ആയി. പക്ഷേ ഇവിടെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം വരാം. നമ്മൾ തന്നെ നമ്മുടെ ഫോണും
കൊണ്ട് ഓടുകയാണെങ്കിൽ ഇതേപോലെ സ്ക്രീന് ലോക്ക് ആവില്ലേ എന്ന്? തീർച്ചയായിട്ടും ലോക്ക് ആകും. പക്ഷെ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മുടെ ഫോണിന്റെ പാസ്വേഡ് ലോക്കോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റോ കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്യാം. എന്നാൽ മോഷ്ടാവിന് അത് അറിയാത്തത് കൊണ്ട് സാധിക്കില്ല. അതാണ് ഇവിടെയുള്ള മാറ്റം. ഇനി അതിന് താഴെ ഓഫ്ലൈൻ ഡിവൈസ് ലോക്ക് എന്ന ഓപ്ഷൻ ആണ്. അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഫോൺ മോഷ്ടിച്ചയാള് അപ്പൊ തന്നെ നമ്മുടെ ഫോണിന്റെ നെറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഫോൺ ഓഫ്ലൈൻ ആകുമല്ലോ. അങ്ങനെ ഫോൺ ഓഫ്ലൈൻ ആയാൽ അടുത്ത നിമിഷം തന്നെ നമ്മുടെ ഫോണിന്റെ ഹോം സ്ക്രീന് ലോക്ക് ആകുന്നതാണ്. അപ്പോഴും അയാൾക്ക് നമ്മുടെ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഞാൻ ആ ഓഫ്ലൈൻ ഡിവൈസ് ലോക്ക് എന്നതിന്റെ റൈറ്റ് സൈഡിലുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോഴും സ്ക്രീനിൽ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും ഉള്ളത്. ഇനി ആ ബോക്സിന്റെ താഴെയുള്ള ഓക്കെ എന്നതിൽ പ്രസ് ചെയ്യണം. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അങ്ങനെ അതും എനേബിൾ ആയി. പക്ഷെ ഇവിടെയും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം വരാം. ഫോൺ കൈക്കലാക്കിയ വ്യക്തി തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന ഈ സ്ക്രീൻ ഓപ്പൺ ചെയ്തിട്ട് ഈ രണ്ട് ബട്ടണുകളിലും പ്രസ് ചെയ്ത് അത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ പിന്നെ ഓഫ് ആവില്ലല്ലോ. അപ്പൊ അയാൾക്ക് ഫോൺ ഉപയോഗിക്കാമല്ലോ എന്ന്. എന്നാൽ നമ്മൾ എനേബിൾ ചെയ്ത ഈ ബട്ടണുകളെ അയാൾക്ക് ഡിസേബിൾ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് ഞാൻ കാണിക്കാം. അതിനായിട്ട് ഓഫ്ലൈൻ ഡിവൈസ് ലോക്ക് എന്നതിന്റെ ആ എനേബിൾ ബട്ടണിൽ പ്രസ് ചെയ്ത് ഞാൻ അത് ഡിസേബിൾ ചെയ്യാൻ നോക്കുന്നു. പക്ഷെ ഞാൻ അതിൽ പ്രസ് ചെയ്തപ്പോഴോ എന്റെ ഫോണിന്റെ ഹോം സ്ക്രീൻ ഓപ്പൺ ആകാനായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫിംഗർ പ്രിന്റ് ഓപ്ഷൻ കൊടുക്കാനാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഫോണിന് ഫിംഗർ പ്രിന്റ് ഓപ്ഷന് പകരം പാസ്വേഡോ പാറ്റേൺ ലോക്കോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതാണ് ഇവിടെ സ്ക്രീനിൽ കാണിക്കുക. അത് കൊടുത്താലേ നിങ്ങൾക്ക് ഇത് ഡിസേബിൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ എന്റെ വിരൽ അതിൽ വെച്ച് പ്രസ് ചെയ്യുന്നു. അങ്ങനെ പ്രസ് ചെയ്തപ്പോഴാണ് ഇപ്പൊ അത് ഡിസേബിൾ ആയത്. ഇനി തെഫ്റ്റ് ഡിറ്റക്ഷൻ ലോക്കിന്റെ ആ ബട്ടണിലും പ്രസ് ചെയ്യുന്നു. അത് ഞാൻ എന്റെ വിരൽ വെച്ചുകൊണ്ട് ഡിസേബിൾ ചെയ്യുന്നു. അപ്പൊ ഇത് രണ്ടും ഡിസേബിൾ ചെയ്യാൻ നമുക്കേ സാധിക്കുകയുള്ളൂ. എന്തായാലും ഞാൻ ഈ രണ്ട് ഓപ്ഷനുകളും അവയുടെ ബട്ടണുകളിൽ പ്രസ് ചെയ്തുകൊണ്ട് വീണ്ടും എനേബിൾ ചെയ്യുന്നു. അപ്പൊ ഇവിടെയും നമുക്കൊരു ചോദ്യചിഹ്നമുണ്ട്. മോഷ്ടാവ് ഓടുന്നില്ല, അതേപോലെ നെറ്റും ഓഫ് ചെയ്യുന്നില്ല. അപ്പൊ സ്ക്രീന് ലോക്ക് ആവില്ലല്ലോ. അപ്പൊ എന്തായാലും മോഷ്ടാവിന് നമ്മുടെ ഫോണിലുള്ള സീക്രട്ട് ഒക്കെ കണ്ടുപിടിക്കാം, അതേപോലെ ഡേറ്റയൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ മറ്റൊരു മാർഗം കൂടിയുണ്ട്. അപ്പൊ അതിനായിട്ട് ഞാൻ സ്ക്രീനിന് മുകളിലേക്കൊന്ന് നീക്കുന്നു. ഇപ്പൊ സ്ക്രീനിന്റെ താഴെ റിമോട്ട് ലോക്ക് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ലേ? അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിന്റെ നടുവിലായിട്ട് യൂസ് റിമോട്ട് ലോക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അതിന്റെ ആ ബട്ടണിൽ പ്രസ് ചെയ്ത് നമ്മൾ എനേബിൾ ചെയ്താൽ നമ്മുടെ ഫോണ് മോഷ്ടാവിന്റെ കയ്യിൽ പെട്ടാലും ഇനി മറ്റാരെങ്കിലും എടുത്തുകൊണ്ടുപോയാലും അവർ ഫോൺ ഉപയോഗിക്കാതിരിക്കാനായിട്ട് മറ്റൊരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോണിന്റെ സ്ക്രീന് നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് യൂസ് റിമോട്ട് ലോക്ക് എന്നതിന്റെ റൈറ്റ് സൈഡിലുള്ള ഈ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പൊ അതിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ സ്ക്രീനിന്റെ താഴെ ഒരു ബ്ലൂ ബട്ടൺ വരുന്നതാണ്. അപ്പൊ ഞാൻ ഇതിൽ പ്രസ് ചെയ്ത് കാണിക്കാം. അപ്പൊ അതിൽ ടച്ച് ചെയ്തപ്പോൾ അത് എനേബിൾ ആയി. ഇപ്പൊ സ്ക്രീനിന്റെ താഴെ ഞാൻ പറഞ്ഞ ബ്ലൂ ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ബ്ലൂ ബട്ടണിൽ android.com/lock എന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ബട്ടണിൽ പ്രസ് ചെയ്താൽ തന്നെ ഗൂഗിളിൽ ആ സൈറ്റ് ഓപ്പൺ ആകുന്നതാണ്. പക്ഷെ മോഷ്ടിക്കപ്പെട്ട ഫോണ് നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ വേറൊരു ഫോണിൽ നിന്ന് തന്നെ ഇത് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ബാക്ക് അടിച്ചിട്ട് ഫോണിന്റെ ഹോം സ്ക്രീനിലേക്ക് വരുന്നു. ഇനി ഞാൻ ഗൂഗിളിന്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ ഇത് എന്റെ ഫോണിൽ നിന്ന് തന്നെയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഫോൺ മറ്റൊരാളുടെ കയ്യിൽ പെട്ട ഒരു പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ വേറൊരു ഫോണിൽ നിന്ന് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ചെയ്യുക. ഇനി മുകളിലുള്ള സെർച്ച് ബാറിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇനി കീബോർഡിൽ android.com/lock എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ ഞാനത് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും തന്നെ സെർച്ച് ബാറിന് താഴെ ദാ ഇവിടെ റിമോട്ട് ലോക്ക് എന്ന ആ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഞാനിത് നേരത്തെ സെർച്ച് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഞാൻ ആ ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിന്റെ നടുവിലായിട്ട് ദാ ഇവിടെ ഫോൺ നമ്പർ എന്ന് കാണുന്നില്ലേ? അവിടെ ഞാനൊന്ന് പ്രസ് ചെയ്യുന്നു. ഇനി നമ്മുടെ ഫോൺ നമ്പർ താഴെ കീബോർഡിൽ ടൈപ്പ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഫോണിൽ ഒരു സിമ്മാണ് ഉപയോഗിക്കുന്നതെങ്കിലും രണ്ട് സിം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിലെ ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ എന്റെ ഫോണിൽ തന്നെ ഇത് ചെയ്യുന്നത് കൊണ്ട് കീബോർഡിന്റെ മുകളിൽ തന്നെ എന്റെ ഫോൺ നമ്പർ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ എന്റെ ഫോൺ നമ്പർ ആ ബ്രാക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി സ്ക്രീനിനെ ഞാൻ മുകളിലേക്ക് ഒന്ന് നീക്കുന്നു. ഇപ്പൊ സ്ക്രീനിന്റെ ഏറ്റവും താഴെയായിട്ട് ലോക്ക് ഡിവൈസ് എന്നൊരു ബ്ലൂ ബട്ടൺ കാണുന്നില്ലേ? അതിൽ ഞാൻ പ്രസ് ചെയ്യണം. അപ്പൊ അതിൽ പ്രസ് ചെയ്താൽ അപ്പൊ തന്നെ നമ്മുടെ ഫോണിന്റെ സ്ക്രീന് ലോക്ക് ആകുന്നതാണ്. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ കണ്ടില്ലേ, എന്റെ ഫോൺ സ്ക്രീന് ലോക്ക് ആയി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ മറ്റൊരു ഫോണിൽ നിന്ന് ഇത് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഫോണിന്റെ സ്ക്രീന് ഇതേപോലെ ലോക്ക് ആകുന്നതാണ്. അപ്പൊ ഫോൺ കയ്യിലുള്ള ആൾക്ക് അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. പിന്നീട് നിങ്ങളുടെ ഫോണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ ഹോം സ്ക്രീൻ പാസ്വേഡ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ രീതികളിലൊക്കെ നിങ്ങളുടെ ഫോണിലുള്ള കാര്യങ്ങൾ മറ്റൊരാൾ അറിയാതിരിക്കാൻ അത് പ്രൊട്ടക്ട് ചെയ്യാം. പക്ഷെ ഈ ഓപ്ഷനുകൾ എല്ലാ ഫോണുകളിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്റെ ഫോൺ ഓപ്പോയുടെ ഫോണാണ്. അപ്പൊ നിങ്ങളുടെ ഫോൺ സെറ്റിംഗ്സിൽ ഈ ഓപ്ഷനുകൾ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.